നാളത്തെ പ്രൊമോ കിട്ടിയിട്ടുണ്ട് പത്തനംമാറ്റിൻ്റെ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ നയനെ വീട്ടിൽ പോകാൻ നമ്മളുടെ ദേവയാനി സമ്മതിക്കുന്നില്ല കേട്ടോ. നയന ആദർശ് പറയുന്നുണ്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മുടെ ദേവാനി സമ്മതിക്കുന്നില്ല, പോകണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളെ നവ്യയ്ക്കും ഒക്കെ ദേഷ്യം വരുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, നീ എന്തിനാ അവരുടെ വാക്ക് കേൾക്കാൻ നിന്ന്, നീ പോകണമെന്നല്ലേ ആദർശേട്ടനോട് പറഞ്ഞത്, പിന്നെ നീ എന്തിനാ അവരുടെ വാക്ക് കേൾക്കാൻ നിന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, അല്ല അതല്ല ചേച്ചി, അങ്ങനെയല്ല അതെന്ന് പറയും. അപ്പോൾ പറയാം, എന്നാലും നീ പോകാതിരുന്നത് മോശമായി നയനെ, നീ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഒന്നും അതിനൊന്നും പറയുന്നില്ലേ. പിന്നെ അതുപോലെ മുത്തശ്ശിയും വിമർശിക്കുന്നുണ്ട്. മുത്തശ്ശിയും പറയുന്നുണ്ട്, മോൾക്ക് അങ്ങനെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞയക്കേണ്ടതല്ലേ, നീ എന്തുകൊണ്ട് പറഞ്ഞയച്ചില്ല, അവൾക്കത് വിഷമാവില്ലുള്ളൂ, നീ പറഞ്ഞയക്കേണ്ടതായിരുന്നു ദേവേ, ഇതങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് സത്യത്തിൽ അവളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നതേ ഇഷ്ടമല്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ അവർക്ക്, അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക, അനാമിക വീട്ടിൽ പോയി കച്ചറുണ്ടാക്കുകയാണ്. കാരണം അനിയും ഇവൾ നന്ദും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ അത് കണ്ട് കച്ചറുണ്ടാക്കുകയാണ് വീട്ടിൽ പോയിട്ട്. അച്ഛനെ കൊണ്ട് എന്തിനു കൊള്ളാം, അവൾ എസ് ഐ ആയി വന്ന ആകെ പ്രശ്നമാണ്. കാരണം കുറേ കേസുകളുള്ളത്, അതൊക്കെ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് അവളെ എസ് ഐ ആക്കരുത്, എന്തെങ്കിലും ഒരു കേസ് പെറ്റി കേസ് അവളുടെ പേർക്കുണ്ടെങ്കിൽ ഈ യാത്ര ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാരനുണ്ടല്ലോ, മറ്റേ വേണുവിനെ അറിയുന്ന പോലീസുകാരനുണ്ടല്ലോ, അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളുടെ നന്ദുവിനെ അറസ്റ്റ് ചെയ്തിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ചെറിയൊരു കേസ് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂടെ നയനയും നവ്യൊക്കെ ഉണ്ട് തോന്നുന്നു, നമ്മുടെ അനാമികയുടെ നന്ദുവിൻ്റെ കൂടെ. അപ്പോൾ അവിടെ നിന്നാണ് പിടിച്ചും കൊണ്ട് പോണത്. പക്ഷേ ഇവർ മനസ്സാവാചൊന്നും അറിഞ്ഞിട്ടില്ല, അറിയാത്ത തെറ്റിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാം കളിച്ചിരിക്കുന്നത് അനാമികയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിൽ ഇടുകയാണ് പിന്നെ നന്ദുവിനെ. അതറിഞ്ഞ് നമ്മുടെ ആദർശും നയനും ചെല്ലുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദേവയാനി പോലീസ് ഇപ്പോൾ എസ് ഐ അറിയാലോ, ദേവയാനി വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു ദിവസം പോലും ലോക്കപ്പിൽ കിടക്കുന്നില്ല, അത് വെറുതെ ചാർജ് ചെയ്തതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമ്മുടെ നന്ദു എന്തായാലും അനാമിക വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇനി തീർച്ചയായിട്ടും തിരിച്ചടിച്ചിരിക്കും. ഇപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, കാരണം ഇതിന് പോകേണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ പ്രമോ അങ്ങനെ കഴിഞ്ഞു പോയി. നല്ല ഒരു ഇതാണ് കേട്ടോ നാളത്തെ കഥ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി എന്ന് നിങ്ങളുടെ കമൻ്റ് ഒന്ന് പറയുകയും ചെയ്യണം കേട്ടോ. നല്ല രസമാണ് നാളത്തെ ഈ സീരിയൽ കാണാൻ. ഓക്കെ, താങ്ക് യു.